ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ഫെയറീസ് ആണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഡേ 4 ആണ്, ഡേ 4 ഇൻ പൂനെ. അപ്പോൾ നമ്മളിത് റെഡി ആയിട്ട് നിൽക്കുവാണ്. രാവിലെ തന്നെ എല്ലാവരും നല്ല റെഡി ആയിട്ടുണ്ട്. നമ്മൾ പുറത്ത് പോകാനായിട്ട് പോവുകയാണ്. അപ്പോൾ എവിടെയാണ് പോകുന്നതെന്ന് നമുക്ക് വഴി കാണാം. വാ വാ മാളൂട്ടി എവിടെയാണ്? पार्क बड़ा सा पार्क ആദ്യമാണ് ഇത്ര രാവിലെ എഴുന്നേക്കുന്നല്ലേ? സ്കൂളിൽ പോയിട്ട് 8 മണിക്ക് ഇല്ലടാ 9 മണിക്ക് ക്ലാസ് തുടങ്ങും. തൊപ്പി വെക്കായിരുന്നല്ലേ മറ്റേ മഞ്ഞ? വേറെ കയറി ഇരിപ്പുണ്ട്. ബാക്കിൽ വെക്കും ചേട്ടാ. അപ്പോൾ നമ്മളെല്ലാം റെഡിയായിട്ട് നമ്മൾ ഇന്നത്തെ യാത്ര ഇവിടെ തുടങ്ങുവാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 1 ഡേ ട്രിപ്പിനായിട്ട് നമ്മളെല്ലാവരും പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലെ ഓരോ കാഴ്ചകളാണ്. നമ്മളിന്ന് നേരത്തെ രാവിലെ തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മണിക്കൂറിൽ കൂടുതൽ സമയം സഞ്ചരിച്ച് വേണം നമ്മളെത്താൻ. പോകുന്ന വഴിക്ക് ഓരോ കാഴ്ചകളാണ്. അപ്പോൾ അവിടെ ഒരു തോട്ടം ഉണ്ടായിരുന്നു, കരിമീൻ തോട്ടം. ആ കരിമീൻ തോട്ടത്തിൽ കൂടെ ഒരു ചെറിയ റോഡുണ്ട്. ആ റോഡിൽ കൂടിയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ പിക്നിക് സ്പോട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. മെഹർ റിട്രീറ്റ് എന്നാണ് ഈ ഒരു സ്ഥലത്തിന് പറയുന്നത്. അപ്പോൾ ഇത് പൂനെയിൽ നിന്ന് 42 കിലോമീറ്റർ ദൂരമുള്ളൊരു പിക്നിക് സ്പോട്ടാണ്. അപ്പം ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രകൃതി രമണീയമായിട്ടുള്ളൊരു കാടിൻ്റെ ഒരു അന്തരീക്ഷമാണ്. ഏകദേശം 27 ഏക്കറോളം വനപ്രദേശത്താൽ ചുറ്റപ്പെട്ട ഒരു പ്ലേസാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഒരുപാട് കൃഷിയിടങ്ങളും തടാകവും അങ്ങനെയൊക്കെ വളരെ മനോഹരമായിട്ടുള്ള വളരെ കാമായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ അവിടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഈ പൂനെയിലെ ഈ സിറ്റി ലൈഫൊക്കെ ഇങ്ങനെ മടുത്തവർക്ക് ഒരു സ്ട്രെസ് റിലീഫായിട്ട് പോകാൻ പറ്റിയൊരു പ്ലേസ് കൂടെയാണ് ഇത്. ഭയങ്കര കാമായിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു പ്രകൃതി രമണീയമായ പ്ലേസിൽ നമുക്ക് ആസ്വദിക്കാനും ഒക്കെ പറ്റും. അപ്പം നമ്മളിവിടെ വരുമ്പോൾ നമ്മൾ കരുതി ഒരുപാട് ആൾക്കാരൊന്നും കാണത്തൊന്നുമില്ലെന്ന്. പക്ഷെ നമ്മളിവിടെ വന്നപ്പോൾ മനസ്സിലായി ആ പൂനെ സിറ്റിയിലുള്ള സകലമാന മനുഷ്യരും എല്ലാവരും കാറ് പിടിച്ച് ഇങ്ങോട്ടേക്ക് തന്നെ എത്തിയിട്ടുണ്ടെന്ന്. നല്ല സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനൊന്നും അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇറങ്ങുവാണ്. ഹായ് പറ, ഹായ് ഹായ് ഹായ്, ഇങ്ങനെ ഹായ് പറ. ഹായ് പിങ്കി ജാനി ഹായ് പറ. ഹായ് 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 ഹായ്. അപ്പോൾ നമ്മൾ ഓൺലൈൻ തന്നെ ടിക്കറ്റ് എടുത്തതുകൊണ്ട് നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് ഇനി അകത്തോട്ട് കയറുവാണ്. നോക്ക്, പാർക്ക് വലിയ പാർക്ക് വേണ്ട. ആയിട്ട് പറഞ്ഞില്ലേ വലിയ പാർക്കിലാണ് നമ്മൾ പോകുന്നത്. വെള്ളച്ചാട്ടം നോക്കി വെള്ളച്ചാട്ടം നോക്ക്. ഹായ് അതിലേ കയറാലോ. ഇത് ബോട്ട് റെയിൻബോ നോക്ക്. റെയിൻബോ പിങ്കി റെയിൻബോ നോക്ക്. വേണ്ട റെയിൻബോ വേണ്ട. വാ റെയിൻബോ. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നപ്പോൾ തന്നെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടി. നമുക്കവിടെ റെയിൻബോ ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെയും വിശ്രമിക്കാൻ പറ്റിയ ഒരു പ്ലേസാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് കട്ടിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ
അപ്പോൾ നമ്മളിനിയിപ്പോൾ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടം തന്നെയാണ് ഫുഡെല്ലാം നമ്മളെ ടിക്കറ്റിൻ്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ്. ഫുഡ് നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ രാവിലത്തെ ഫുഡ് നമ്മൾ തന്നെ സ്വന്തമായിട്ട് സെർവ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ബ്രെഡുണ്ട്, പിന്നെ പോഹയുണ്ട്, പിന്നെ ഒരു മിക്സ്ചർ പോലത്തെ ഒരിത്, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കറി കിട്ടുന്നുണ്ട്, ചായ. പിന്നെ ഈ നമ്മളെ ഇവിടെ ടൈമിംഗ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഹൂഡ പാർട്ടി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. പിന്നെ ലഞ്ച്, ടീ അതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, സമയം ഉള്ളത്. പിന്നെ ഹൂഡ പാർട്ടിക്ക് നമുക്ക് ഓരോ ബാൻഡുണ്ട്, ആ ബാൻഡ് ഇട്ടേക്കുന്ന കറക്റ്റ് ടൈമിന് തന്നെ ഹൂഡ പാർട്ടി തുടങ്ങും. പിന്നെ അടുത്ത് ചെറിയൊരു പാർക്കുണ്ട്, അപ്പോൾ പാർക്കിൽ പോയി മക്കളൊക്കെ കളിക്കുവാണ്. അപ്പം ജാനി ഒറ്റയ്ക്ക് തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ച് ജാനി ഇങ്ങനെ ഒറ്റയ്ക്ക് തന്നെ സ്ലൈഡേഴ്സിലൊക്കെ കയറി ചെറുതിലും വലുതിലും ഒക്കെ കയറി കളിക്കാൻ തുടങ്ങി. അപ്പം പിങ്കിയും മാളൂട്ടിയും ഒക്കെ അപ്പുറത്തെ സൈഡിലുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓരോന്നിലായിട്ട് കയറി അവളെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മളെ ഈ പിക്നിക് സ്പോട്ടിലുണ്ട്. അപ്പോൾ മക്കൾക്കാണെങ്കിൽ പാർക്കുണ്ട്, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് പാർക്കാണ്. തൊട്ട് പുറകിൽ കാണുന്നത് പൂളാണ്, അവിടെയും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ പൂളിൽ ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. ഇപ്പം നല്ല തണുപ്പായതുകൊണ്ട് നമ്മളാരും അതിലോട്ട് ഇറങ്ങാനായിട്ടൊന്നും ഡ്രസ്സൊന്നും കൊണ്ടുവന്നിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അത്യാവശ്യം തണുപ്പുണ്ട്, രാവിലെ തന്നെ വന്നതുകൊണ്ട് മക്കൾക്കൊക്കെ തണുപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പിന്നെ കോട്ടൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊന്ന് വെയിലായിട്ട് വരുമ്പോഴാണ് നമുക്ക് ആ തണുപ്പിൻ്റെ ഒരു കാഠിന്യം കുറച്ചായിട്ട് തോന്നുന്നത്. അല്ല, നല്ല തണുപ്പുണ്ട് ഇവിടെ. ये 150 ग्राम का है, ये 200 ग्राम का है, बहुत अरे ये कोई मैजिक नहीं, मैजिक अच्छा नहीं लग रहा है। अच्छा लग रहा है। बताओ ये कितनी कटोरी है? और बोल 1, 2 और 3 है। देखो ये वाली बोल दिल्ली जा रही है। कहाँ? दिल्ली। चली जा, भाग जा, निकल जा, दौड़ जा। ये देखो दिल्ली चली है। नहीं, इसके अंदर नहीं है। ये तो 3 दिन से खाली दिल्ली गई है, ये बम्बई जाएगी। जाओ यहाँ से बम्बई के लिए चली जा, इसके अंदर भी नहीं है। അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഹൂഡ പാർട്ടി എന്ന് പറഞ്ഞ സാധനം ഇതാണ്. അപ്പം ഇതെന്ന് പറയുന്നത് ഇത് നമുക്ക് വാങ്ങാൻ കിട്ടത്തൊന്നുമില്ല, ഇത് നമ്മൾ ഡയറക്റ്റായിട്ട് ഫാമിൽ നിന്ന് കിട്ടുന്ന ധാന്യങ്ങളാണ് നമുക്ക് അവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് പയറാണ്, ഒരു ടൈപ്പ് ധാന്യമാണ്, ജ്വാർ എന്നാണ് ഇതിന് പറയുന്നത്, ഒരു തരത്തിലുള്ളൊരു ധാന്യമാണ്. അപ്പം നമ്മൾ വിചാരിച്ച കണക്ക് ഹുദ പാർട്ടി എന്ന് പറഞ്ഞാൽ പാട്ടും ഡാൻസും ഒന്നുമല്ല, ഈ ഫാം ഹൗസിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ഫുഡ് ഐറ്റംസ് എല്ലാം നമുക്കിങ്ങനെ കഴിക്കാനായിട്ട് തരും. അതിങ്ങനെ ജസ്റ്റ് പുഴുങ്ങിയിട്ടാണ് തരുന്നത്. പിന്നെ ഇത് കോണാണ്, മക്ക എന്ന് പറയും. അപ്പം അതുണ്ട്, അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു ചട്നി വരുന്നുണ്ട്. ഒരു ചട്നിയും വന്നിട്ടിരിക്കുന്നത് നമ്മളെ ഗ്രൗണ്ട് നട്ട് ഉണ്ടല്ലോ, കപ്പലണ്ടിയുടെ ചട്നിയാണ്. പിന്നെ അതുപോലെ തന്നെ കഴിക്കാനായിട്ട് ബേറുണ്ടായിരുന്നു, പിന്നെ പച്ചക്കടല അതും അതിൻ്റെ കൂട്ടത്തിന് കിട്ടും. പിന്നെ കൂടാതെ നമുക്ക് നിൽക്കുണ്ടെന്ന് പറയും. നിൽക്കുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ വെളുത്ത മധുരമുള്ള സാധനമാണ്. നമ്മളെ എള്ളില്ലേ, വെളുത്ത എള്ള്, അതിൻ്റെ ഒരിതാണ്, അതിൻ്റെ തന്നെയാണ് ചുമന്നതും. പിന്നെ അല്ലാത്ത നോർമൽ ചട്നിയും ഉണ്ട്. അപ്പം ഇതാണ് ഹൂദ പാർട്ടി എന്ന് പറയുന്ന
സംഭവം. അപ്പോൾ നമ്മൾ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ട് വരുവാണ്. അപ്പം ഈ ഒരു പാലത്തിൽ കൂടെ വന്ന് ഇനി ബോട്ടിങ്ങിനോട്ട് പോവുകയാണ്. മാലൂട്ടി എവിടെയെങ്കിലും എടുത്തു വെച്ചി. വേണ്ട വേണ്ട, മക്കളെ പറ്റത്തില്ല. കൂട്ടുകാരാണോ? പാലം അത് ചോള കിടക്കുന്ന തുണി പോയിരുന്നു. അങ്ങനെ നമ്മൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നും ഇങ്ങോട്ടേക്ക് തന്നെ വന്നിട്ടുണ്ട്. അപ്പം കയറി വരുന്നിടത്ത് ഇതുപോലെ ഒരു ഫോട്ടോ ഫ്രെയിം പോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇനി നമ്മൾ പോകുന്നത് ട്രാക്ടറിൽ കയറാനാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ ട്രാക്ടറിൽ കയറിയിട്ടില്ലല്ലോ. അപ്പോൾ ട്രാക്ടറിൽ കയറാൻ പറ്റിയൊരവസരം നമ്മളാരും കളഞ്ഞില്ല. അങ്ങനെ നമ്മൾ ട്രാക്ടറിൽ കയറി കുറച്ച് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോയി. അപ്പം പോകുന്ന വഴിക്ക് കുറച്ച് പാടങ്ങളും കുറേ കൃഷിയിടങ്ങളാണുള്ളത്. പാടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഷുഗർ കെയിൻ്റെ ഒരു പാടം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ചോളം, കൂടാതെ ഒരുപാട് കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മളങ്ങനെ പോകുന്ന വഴിക്ക് കാണാമായിരുന്നു. അങ്ങനെ അതെല്ലാം നമ്മൾ കണ്ട് പിന്നെ ചെറിയൊരു തടാകവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ദൂരം വരെ ഈ ട്രാക്ടർ ഇങ്ങനെ കൊണ്ടുപോയി നമ്മളെ എല്ലായിടവും കാണിക്കും. അപ്പോൾ നമ്മൾ അതിന് ശേഷം നമ്മുടെ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണത്തിനായിട്ട് നമുക്ക് ഉള്ളത് ചോറ്, ഡാല്, ചപ്പാത്തി, പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ പച്ചമോര് തരും, പിന്നെ ഒരു ബ്രിഞ്ചാളിൻ്റെ കറി, പിന്നെ അതുപോലെ ഒണിയൻ ഫ്രൈ, കിച്ചടി, അച്ചാർ, അങ്ങനത്തെ കുറേ സാധനമുണ്ട്, ജിലേബിയൊക്കെ ഉണ്ട്. അപ്പം ഊണിന് കഴിക്കാനായിട്ട് ഉള്ള ആൾക്കാരെല്ലാവരും സെൽഫ് സർവീസാണ്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫുഡ് എടുത്ത് കഴിക്കാം. അപ്പം അതിനൊരു തിരക്കാണ്. അത് വലിയൊരു ഹാളിൽ തന്നെയാണ് എല്ലാവർക്കും എടുത്ത് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അങ്ങനെ ആൾക്കാരെല്ലാം ഭക്ഷണമൊക്കെ കഴിച്ച് ഇരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമുക്ക് അവിടെ ഒരു സ്റ്റേജും കാണാൻ പറ്റും, കരോക്കിയുടേത്. അപ്പോൾ ഇത് വൈകിട്ട് കരോക്കി പ്രോഗ്രാമും ഉണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ളവർക്ക് പാട്ടൊക്കെ പാടാം. അപ്പം മക്കൾ അവിടെ പോയി നിന്ന് കുറച്ച് നേരം കളിക്കുകയാണ്. उनकी कहानी सुनाता हूँ। बच्चा आप लोगों ने सिंहगढ़ का किला देखा? यस सर। खड़गवासरा डैम से दिखता है तो किला। जनाब वो किला पहले मुगलों के हाथों में था, तो वो किला जीतने के लिए हमारे बाप दादे लोग ने उस जमाने में तानाजी महाराज ना अंदर कुछ है नहीं, कोई डबल टिबल नहीं, बिल्कुल खाली। बेटा अंदर कुछ नहीं, इसको हाथे बाद आएगी रखो रखो। कौन सा कलर? लाल। टीचर समझा के शो करना पड़ेगा। लाल बोली 1 2 3 बोलेगा, फूक मारेगा। ये देख आराम दिया, ये देख बेटा, ये पकड़ा, ये देख बता के शो कर रहा हूँ। जा गई फिर से बताता हूँ। पकड़ दबा ഞങ്ങളിവിടെ വന്നതിൽ വെച്ചിട്ട് ഞങ്ങളെ
ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഞങ്ങളെ ഇന്നത്തെ യാത്രയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റും ബുള്ളോ കാർട്ട് റൈഡാണ്. അപ്പോൾ ഇവിടെ ബുള്ളോ കാർട്ട് റൈഡ് ഉണ്ടായിരുന്നു. കാര്യം നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോയെന്ന് അറിയത്തില്ല. പണ്ടത്തെ കാലത്ത് ഇതിൽ പോയിട്ടുള്ളവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പലരും ഇത് കണ്ടിട്ട് പോലും ഉണ്ടാവത്തില്ല. അപ്പം മക്കൾക്ക് കാണാനും അതുപോലെ അവർക്ക് കയറാനും ഒരു അവസരമായിരുന്നു, കൂടെ നമുക്കും കയറാനും ഒരു അവസരമായിരുന്നു. അപ്പോൾ ഞാനും ചേച്ചിയും പിങ്കിയും മാത്രമാണ് കയറിയത്. അപ്പോൾ ഞങ്ങൾ പോയി, വിംചേട്ടൻ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു. കാളവണ്ടിയിലാണ് പോകുന്നതെന്ന് മനസ്സിലാവും. ആ കാളയുണ്ട് പോകുമ്പില്. പുറകിലൊരു കാള ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു. ഹംസമല്ലേ? ഹംസക്കറി കഴിച്ചിട്ടുണ്ടോ? ആ, കോഴിക്കറി എന്ന് പറഞ്ഞാൽ ഹംസക്കറി. അപ്പോൾ കയറി വരുന്നിടത്ത് തന്നെ ഇതുപോലത്തെ ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട്. അപ്പം നമ്മൾ കയറി വന്ന സമയത്ത് നമ്മളിവിടെ നിന്ന് ഫോട്ടോയൊന്നും എടുത്തില്ല കാര്യമായിട്ട്. അപ്പം നമ്മൾ ഇറങ്ങാൻ നേരത്ത് അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പം ഇവിടെയെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫൺ ആക്ടിവിറ്റി ഗെയിംസും ഒക്കെ ഉണ്ട്. റെയിൻ ഡാൻസ്, നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ സ്വിമ്മിങ് പൂളുണ്ട്, പിന്നെ നമ്മൾ ബോട്ടിങ്. ഇവിടെ നമ്മൾ വാട്ടർ തീം പാർക്ക് പോലത്തെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നമ്മൾ ഇവിടെ ഇറങ്ങില്ല, നല്ല തണുപ്പൊക്കെ ഉള്ളത് കൊണ്ട് മക്കളെയും കൊണ്ട് ഒന്നും ഇറങ്ങിയില്ല. കാര്യം പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് യാത്ര ചെയ്യാനും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇവിടെ രാവിലെ ഒക്കെ തിരക്കായിരുന്നു. ഇപ്പം വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് എല്ലാവരും ഒക്കെ പോയി, ആൾക്കാരൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അവരവിടെ ക്ലീൻ ചെയ്യുവാണ്. അപ്പം നല്ലൊരു പിക്നിക് സ്പോട്ടാണ്. ഔട്ട്ഡോർ ആക്ടിവിറ്റീസായ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് പൈസ കൊടുത്താണ് ഈ സൈക്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അവിടെ അടുത്ത് തന്നെ വലിയൊരു ഫാം ഹൗസ് പോലെയും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. പിന്നെ കൂടാതെ നമുക്ക് അവിടുന്ന് പച്ചക്കറികളൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.